എ സമ്പത്ത് എംപിയുടെ ദില്ലിയിലെ വസതിയിൽ കവർച്ചാശ്രമം. അശോക റോഡിലെ വസതിയിലാണ് പുലർച്ചെ കവർച്ചാശ്രമം നടന്നത്. പേഴ്സണൽ സെക്രട്ടറിയുടെ പണം കവർന്നു. വാർത്തയോട് പ്രതികരിക്കുന്നതിനായി എ സമ്പത്ത് എംപി ചേർന്നു. ശ്രീ സമ്പത്ത്, മോഷണശ്രമം നടക്കുമ്പോൾ താങ്കൾ വീട്ടിലുണ്ടായിരുന്നു. ദില്ലിയിൽ എംപിമാരുടെ വീട്ടിനും പോലും സുരക്ഷയില്ലാത്ത അവസ്ഥയാണോ ഉള്ളത്? ആദ്യമായി നടന്ന സംഭവം ഇടയിലാണ് ഇത്തരത്തിലൊരു സംഭവം. അവിടെ അശോക റോഡിലെ 44 നമ്പർ വസതിയിൽ ഇത് സംഭവിക്കുന്നത്. 200-250 പെൺകുട്ടികൾ താമസിക്കുന്ന YWCA ഹോസ്റ്റലിന്റെ നേരെ എതിരെയാണ് ഈ സംഭവം നടന്ന സ്ഥലം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിന് തൊട്ടുചേർന്നാണ്, മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് താമസിച്ചിരുന്ന വസതിയോട് ചേർന്നാണ് ഈ അശോക റോഡിലെ 44 നമ്പർ വസതി. അവിടെ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ പാർട്ടി മുഴുവൻ സമയ പ്രവർത്തകരായി പണിയെടുക്കുന്ന ചില സഖാക്കളും കുടുംബാംഗങ്ങളും അവിടെ ആ ബംഗ്ലാവിൽ തന്നെ എന്നോടൊപ്പം അവിടെ കഴിയുന്നുണ്ട്. എന്റെ PA ആയിട്ടുള്ള, എന്റെ സഹായിയായിട്ടുള്ള സഖാവ് ശ്രീജിത്തും കുടുംബവും അവര് ആ കോമ്പൗണ്ടിൽ തന്നെയാണ് കഴിയുന്നത്. ഏകദേശം ഒരു 6 മാസത്തിന് മുമ്പാണ് ആന്ധ്രയിലെ പ്രജാശക്തി പാർട്ടി പത്രത്തിന്റെ ലേഖകന്റെ ലാപ്ടോപ്പും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേഴ്സും വാച്ചും ഷൂസും സോക്സ് ഉൾപ്പെടെ വളരെയധികം യാത്ര ചെയ്ത് തളർന്നു വന്ന് ഇതെല്ലാം ഊരിവെച്ച് കിടന്നുറങ്ങുകയായിരുന്ന ചെറുപ്പക്കാരൻ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നു. ഈ സാധനങ്ങൾ മോഷണം പോയി. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയുണ്ടായി. ഞാനും പോലീസിൽ ബന്ധപ്പെട്ടതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കടക്കം കത്ത് നൽകിയതാണ്. ഇതുവരെ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഒരിടത്തും എത്തിയിട്ടില്ല. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെ ഈ എന്റെ വസതിയുടെ പിൻവശത്തുള്ള അടുക്കളയുടെ വാതിൽ, അത് എന്തോ ജാക്കി ലിവർ പോലുള്ള വളരെ ഭാരമുള്ള എന്തോ ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് അടിച്ചു പൊട്ടിച്ച് അതുവഴി അകത്തേക്ക് കയറി എന്റെ സ്വീകരണ മുറിയിലെ ഔദ്യോഗിക കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ലാപ്ടോപ്പിനോടൊപ്പമുള്ള ഹാർഡ് ഡിസ്കും മറ്റു കാര്യങ്ങളും അത് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതിന് മുറിച്ചു വയ്ക്കുകയും ഔദ്യോഗിക രേഖകൾ, പാർലമെന്ററി രേഖകളും പാർലമെന്ററി കമ്മിറ്റികളുടെ രഹസ്യ സ്വഭാവമുള്ള പല ഫയലുകളും വെച്ചിരുന്ന അലമാരകളെല്ലാം തന്നെ അത് തുറക്കുകയും ചെയ്ത് ഇതിനിടയിൽ ശബ്ദം കേട്ടാണ് അവിടെ എന്റെ PA ആയിട്ടുള്ള, എന്റെ സഹായിയായിട്ടുള്ള ശ്രീജിത്തും ഭാര്യയും കുടുംബവും അവരുടെ ക്വാർട്ടേഴ്സിൽ ഇപ്പോൾ അറ്റകുറ്റപ്പണി നടക്കുന്നത് കൊണ്ട്, കടുത്ത പൊടിയായതുകൊണ്ടും ഞാൻ സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിൽ ഒരു മാസക്കാലം ഇതിൽ സ്ഥിരം ജാഥാംഗമായതുകൊണ്ട് ഡൽഹിയിൽ എത്താൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ തേടി വരുന്ന സന്ദർശകരുമായി നിരന്തരം ഇടപെടുന്നതിന് വേണ്ടി അവരോട് അവിടെ തന്നെ തങ്ങാനായി, എന്റെ മുറിയിൽ തങ്ങാനായി ആവശ്യപ്പെട്ടിരുന്നതനുസരിച്ച് അവരവിടെയാണ് താമസിച്ചിരുന്നത്. ശബ്ദം കേട്ട് ഈ പെൺകുട്ടി പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആരോ ഒരാൾ ഈ കമ്പ്യൂട്ടറിന് സമീപം നിൽക്കുന്നതാണ് കണ്ടത്. ഈ പെൺകുട്ടി പെട്ടെന്ന് ബഹളമുണ്ടാക്കി. തുടർന്ന് ഷീയത്തും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള സീതാറാം യെച്ചൂരിയുടെ ഒരു സ്റ്റാഫ്, ആ സഖാവും കൂടി ഓടി വന്നു. ഈ മോഷണ ശ്രമവുമായി വന്ന ഈ കള്ളൻ പെട്ടെന്ന് അവിടെ അടുക്കളയിലേക്ക് കയറി വാതിൽ തള്ളി അടയ്ക്കാനുള്ള ശ്രമം നടത്തി. ഇവരയാളെ പിടികൂടാൻ ശ്രമിച്ചുവെങ്കിൽ പോലും ഇയാള് ഓടുകയായിരുന്നു. അയാളുടെ അടുത്തൊരു 4-5 അടി വരെയൊക്കെ അവർക്ക് ഓടിയെത്താൻ കഴിഞ്ഞെങ്കിൽ പോലും ഇയാൾ ഓടി മറയുകയാണ് ഉണ്ടായത്. മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റി അറിയില്ല. പോലീസിൽ അവർ ഉടനെ തന്നെ പരാതിപ്പെട്ടു, ഫോൺ വിളിച്ചുവെങ്കിൽ പോലും അരമണിക്കൂറിന് ശേഷമാണ് ഡൽഹി പോലീസ് ഈ ഒരു MP വീട്ടിൽ ഇത്തരത്തിൽ ഒരു ഭവനഭേദനത്തിന് ശ്രമം നടന്നിട്ട് അവിടെ പോലും എത്തിയത് എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു വസ്തുത. ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ഞാൻ ഡൽഹി പോലീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യം അടിയന്തരമായി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായി ഞാൻ ഇക്കാര്യം ഇടപെടുന്നുണ്ട്. ഡൽഹിയിൽ എന്റെ ഓഫീസിൽ നിന്ന് പരാതി ഔദ്യോഗികമായി നൽകിയിട്ടുണ്ട്.